ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ NR വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ അമ്മ ദോശ ആക്കിനെ. എന്നിട്ട് ദോശക്ക് കറി തന്നെ സാമ്പാർ. എന്നിട്ട് നീ ദോശയും കറിയും തിന്നിട്ട് ആരും കാണാണ്ട് ആപ്പിളെടുത്ത് തിന്നു. നീ ഈ മൂലക്ക് വന്നിട്ട് ആപ്പിൾ തിന്നു. ഇത് അച്ഛൻ നട്ട പ്ലാവില് ചക്കയാണ്. അപ്പൊ നമുക്ക് ഈ ചക്കപ്പൂതൽ കൊണ്ട് വറവാക്കാം. ഞാനാ ഇതിന്റെ വറവാക്കുന്നേ. ഇന്നലെ കിഴങ്ങ് വെച്ച് അപ്പൊ ഇന്ന് വൈകുന്നേരം ചായക്കടി ആക്കാൻ നോക്കുമ്പോ ചേമ്പ് കീഞ്ഞിനോ നോക്കാൻ പോയി. അപ്പൊ ഒറ്റ കീഞ്ഞിട്ടില്ല. ചേമ്പ് കണ്ട തെച്ച് പെരിച്ചായി എന്തോ കടച്ചിട്ടിന് ഒന്നും കീഞ്ഞിട്ടില്ലതാ. ഇത് രഞ്ജുവിന് മാത്രം വെക്കാനുണ്ട്. ഇത് രഞ്ജുവിന് ഇഷ്ടാണ്. ഏടി ഉണ്ടായാലും അച്ചാ ഇത് കൊണ്ടുതന്നേന്ന് ഞാൻ ചെന്ന ഇന്ന് വൈകുന്നേരത്തെ ചായക്കാക്കാന്ന് വിചാരിച്ചിട്ട് പോയി കിടക്കാൻ പോയതാണ്. അപ്പൊ ഒന്നുമില്ല, കീഞ്ഞിട്ടില്ലാണ്ടാ. കൊത്തുമ്പോ പാറ പോലെയുണ്ട്. അതുകൊണ്ട് ആ മുറിയായി കുറേ പെരിച്ചായും കളച്ചിട്ടുണ്ട്. വേണ്ട, ഇതൊന്നും കീഞ്ഞിട്ടേ ഇല്ല. ഇതെല്ലാം കിടക്കേണ്ട സമയമായില്ലേ. ഞാൻ ചക്കപ്പൂതല മുറിച്ചിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിനു. അത് വെന്ത് 3 വിസിൽ നേരം ഓഫാക്കി. എന്നിട്ട് അത് ഇതിൻ്റെ അകത്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാകുമ്പോൾ വറവിലിടണം. കണ്ട ആവി വറക്കുന്ന ചക്കപ്പൂതൽ. ഈ വേവിച്ച് വെച്ച ചക്കപ്പൂതൽ നമുക്ക് ഇങ്ങനെ മുറിച്ച് വെക്കാം. ഈ സാധനം വേണ്ടല്ലോ. വെറുതെ ആക്കുമ്പോ പറയുന്നേ ഉള്ളൂ. ഓൾ പകുതിയും മുറിച്ച് അതിനെ ഇതെല്ലാം കളഞ്ഞിട്ടാക്കി. ഞാൻ പറഞ്ഞ ഞാൻ ആക്കിക്കോളും എന്നിട്ട് ആക്കും. ഇവള് ഇതിങ്ങനെ കിട്ടും, ഇങ്ങനെ അടത്തിയെടുക്കാൻ കിട്ടുക. കണ്ടാ, വേവിച്ച് ഇങ്ങനെ അടത്തിയെടുക്കാൻ കിട്ടുക. എത്ര വേഗം പണിയങ്ങി. ഉണ്ടാ അപ്പൊ ഇത് രഞ്ജു ചക്ക ഇതാക്കി വെച്ചിന്. ചക്കപ്പൂതൽ ഇതാ കണ്ട. അപ്പൊ നമുക്കിത് വറവിലേക്ക് ഇടാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇത് കാന്താരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുവിൻ്റെ കാര്യം ചക്കപ്പൂതൽ ഇട്ട് കൊടുക്കാം. വിശന്ന് എൻ്റെ കുടലെല്ലാം കരിയുന്നുണ്ട്. അമ്മ വറവാക്കിയിട്ട് വേണം. അമ്മ തന്നെ ചോറ് വാരിത്തരും അല്ലമ്മ. ഇത് പൂതലല്ല കണ്ടാ, ഇത് ചക്കയായിന്. ചക്കയും കുരുവെല്ലാം വന്നിട്ടുണ്ടാ. ചോറ് തിന്നാ. അപ്പൊ ചോറിന് കറി സാമ്പാറും ചക്കപ്പൂതൽ വറവും. നല്ല രസമുണ്ട്. ചക്ക നല്ല രസമുണ്ടേ. ചക്ക നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ചക്കപ്പൂതൽ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. അമ്മ ഇങ്ങനെ ഉണ്ടി ഉരുട്ടിയിട്ട് വായിൽ വെച്ചിട്ട് ഇതാകുമ്പോല്ലേ പിന്നെ ഇവള് ഭാരത്താന്ന് ഇവക്ക് പാത്രവും കഴുകണ്ട, കൈയും കഴുകണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പറയും മതിന്ന്. അപ്പൊ എന്തായി, പാത്രം പഠിക്കണ്ടല്ലോ. ബാക്കി അമ്മ ഒന്നുമില്ല. നേരത്തെ പൊരിച്ചു വെച്ച ചേമ്പില്ലേ, അത് നമുക്ക് ചായ കൂട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനപ്പുറം കാന്താരി ഇട്ടിട്ടുള്ള പരിപാടിയേ ഇല്ല. കാന്താരി ഇട്ടിട്ട് നമുക്കൊരു
വൈകുന്നേരത്തെ ചായക്കടിയാക്കാം. തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ തേങ്ങ ആ ചേമ്പിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ തേങ്ങ ഇല്ല, അതേ ഉള്ളൂ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നീയും സ്കൂളും വിട്ട് ഇവിടെ എത്തി. അപ്പൊ ചായ റെഡിയായി. ചേമ്പ് പായസം കണ്ടാ, ചേമ്പ് പായസം അതും കൂട്ടിട്ട് നമുക്ക് ചായ കുടിക്കാം. നമുക്ക് പായസം കണ്ടാ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചേമ്പ് പായസം. ഇവർക്ക് ഇങ്ങനെയാ വേണ്ടത്. രഞ്ജുവിനും നീയക്കും ഇങ്ങനെയാ ഇഷ്ടം. എന്നിട്ട് ഇതെങ്ങനെയാ തിന്നാന്ന് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നമ്മളെ ചേമ്പ് കണ്ട ഇങ്ങനെയാക്കിയിട്ട് ഇവർക്ക് വാഴ ഇല തിന്നണ്ടത് കണ്ടാ. വാഴ ഇലയിൽ തിന്നാൻ ഇഷ്ടം. ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ ചേമ്പ് പായസം. വാഴയിലയിൽ തിന്നാൻ നല്ല ടേസ്റ്റാണ്. 3 കഷ്ണം ചേമ്പ്. അപ്പൊ അത് എല്ലാവർക്കും കഴിക്കണ്ടേ. ഇത് കുറച്ച് അച്ഛനും വെക്കാം അല്ലേ, നിങ്ങൾക്ക് മതിയില്ലേ? വാഴയിലിന്റെ ടേസ്റ്റ് നല്ല രസമുണ്ടോ. ഇത് നല്ല രസമുണ്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടിട്ടും. ചൂടുള്ള കിഴങ്ങ് വാഴയിലയിൽ വെച്ചിട്ട് അത് ഇങ്ങനെയാക്കി തിന്നാൻ എന്നാ രസം. ആ കാന്താരിന്റെ ഒരു ഇതും എല്ലാം നല്ലുണ്ട്. നല്ല രസമില്ല. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.